നീ എന്ന ഞാൻ എന്ന അക്ഷരങ്ങൾ തെരുവിലായുധമേന്തിയ നേരങ്ങളിൽ, നീ എന്ന ഞാൻ എന്ന അക്ഷരങ്ങൾ തെരുവിലായുധമേന്തിയ നേരങ്ങളിൽ, അരുതെന്ന അല്പാക്ഷരത്തിന്റെ ചിറകുള്ളിൽ വിറപൂണ്ട ചിത്രം വരച്ചതാരാ? അരുതെന്ന അല്പാക്ഷരത്തിന്റെ ചിറകുള്ളിൽ വിറപൂണ്ട ചിത്രം വരച്ചതാരാ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരളത്തിലുള്ള സുന്നി സമൂഹം ഭയപ്പെട്ടതെന്താണോ അത് സംഭവിച്ചിരിക്കുകയാണ്. സുന്നി സമൂഹത്തിൽ ഒരിക്കലും ഉണ്ടാവരുതെന്ന് ആഗ്രഹിച്ചിരുന്ന വീണ്ടും ഒരു പിളർപ്പ് അത് കേരളത്തിന് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. PK വിഭാഗം സമസ്ത രണ്ടായി പിളർന്നിരിക്കുകയാണ്. വഹാബി ലീഗ് അനുകൂലികൾ ഒത്തുചേർന്നുകൊണ്ട് കോഴിക്കോട് അവർ സംഗമിക്കുകയും ഒരു അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്ന വിഷയം മുക്കം ഉമർ ഫൈസിക്കെതിരെ നടപടിയെടുക്കണമെന്നാണ്. സമസ്തയുടെ ഏതെല്ലാം സ്ഥാനങ്ങളിൽ മുക്കം ഉമർ ഫൈസി ഉൾപ്പെട്ടിട്ടുണ്ടോ അവിടങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹത്തെ നീക്കം ചെയ്യണമെന്നാണ്. എന്ത് തെറ്റാണ് മുക്കം ഉമർ ഫൈസി ഇതിൻ്റെ പേരിൽ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ദീനീപരമായ വിഷയം സംസാരിക്കാൻ പാടില്ല എന്നാണോ വഹാബി ലീഗുകാരും ലീഗ് അനുകൂലികളായ സമസ്തയിലെ ചില ആളുകളും പറയുന്നത്? PMA സലാം ജിഫ്രി മുത്തുക്കോയത്തങ്ങളെ പരിഹസിച്ചല്ലോ, എന്ത് നടപടി സ്വീകരിച്ചു? അതിനെതിരെ ഒരു സംഗമം നടത്താൻ ലീഗ് അനുകൂലികളോ അല്ലാത്തവരോ ആയ സമസ്തയിലുള്ളവർ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? വഹാബി ലീഗ് പറയുന്നതിനനുസരിച്ച് ആടാനുള്ളവരാണോ സമസ്ത പണ്ഡിതന്മാർ? മുക്കം ഉമർ ഫൈസി പറഞ്ഞിരിക്കുന്നത് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഖാദിയാവാൻ യോഗ്യനല്ല, അതിനുള്ള അറിവ് അദ്ദേഹത്തിനില്ല എന്നാണ്. ഇത് അദ്ദേഹം പുതുതായി പറഞ്ഞതല്ല, നേരെ മറിച്ച് ഇസ്ലാമിൻ്റെ നിയമം പറഞ്ഞതാണ്. ഇസ്ലാമിൻ്റെ നിയമം പറയാൻ വേണ്ടിയാണ് സമസ്ത രൂപീകരിച്ചിട്ടുള്ളത്. നവീന ആശയക്കാർ കേരളത്തിൽ താണ്ഡവ നൃത്തമാടിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ്, യഥാർത്ഥ ദീന് നിലനിൽക്കാൻ വേണ്ടിയാണ് സമസ്ത രൂപീകരിച്ചത്. അതേ സമസ്തയിലുള്ളവർ തന്നെ വഹാബി ലീഗിന്റെ താണ്ഡവത്തിന് വഴങ്ങിക്കൊടുക്കുന്ന ദുരവസ്ഥയാണ്, സങ്കടകരമായ അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയത്തോടുകൂടിയല്ലാതെ ഒരു മുസ്ലിമിനും ഇത് നിരീക്ഷിക്കാനാവില്ല. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവണം. രാഷ്ട്രീയക്കാരുടെ വാലാട്ടികളാകാതെ അന്തസ്സോടുകൂടി ദീൻ പറയാൻ പണ്ഡിതന്മാർക്ക് സാധിക്കണം. അതിനുള്ള ഒരവസരം കൂടിയാവണം ഇത്. മുസ്ലിം എന്ന പേരുള്ളവരായാലും പേരില്ലാത്തവരായാലും രാഷ്ട്രീയക്കാരെ പണ്ഡിതന്മാരുടെ കാര്യത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. സുപ്രഭാതം സമസ്തയുടെ പത്രമാണ്. അതിൽ പരസ്യം വരേണ്ടത് പത്രത്തിന്റെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ആ പത്രം വിജയിക്കുകയുള്ളൂ. പത്രങ്ങളിൽ വരുന്ന എല്ലാ പരസ്യത്തോടും പത്രാധിപർക്കോ നടത്തിപ്പുകാർക്കോ യാതൊരു യോജിപ്പും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എങ്കിൽ പോലും പണം നൽകി പരസ്യം നൽകാൻ ആവശ്യപ്പെട്ടാൽ അത് ചെയ്തു കൊടുക്കണം. അല്ല എങ്കിൽ ആ പത്രം പൂട്ടിപ്പോകേണ്ടി വരും. അങ്ങനെ പൂട്ടിയിട്ട് ചന്ദ്രിക വളരണമെന്നാണോ വഹാബി ലീഗ് ആഗ്രഹിക്കുന്നത്? അതിനൊത്ത് നിൽക്കാനാണോ സമസ്തയിലെ ചിലരെങ്കിലും ശ്രമിക്കുന്നത്? ഇങ്ങനെ പോയാൽ പിൽക്കാലത്ത് റഹ്മത്തുള്ള ഖാസിമി പറഞ്ഞതുപോലെ സ്വഹാബി പ്രസിഡന്റും വഹാബി പ്രസിഡന്റും വരും ഭാവിയിൽ നമുക്ക് കാണേണ്ടി വരും. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് റിപ്പോർട്ടുകളിലേക്ക് പോകാം. ഉമർ ഫൈസി മുക്കത്തിനെതിരെ നടപടി വേണമെന്ന് സമസ്തയിലെ ലീഗ് അനുകൂലികളുടെ യോഗത്തിൽ പ്രമേയം. സമസ്തയുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ഉമർ ഫൈസിയെ മാറ്റി നിർത്തണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നു. സുപ്രഭാതം പത്രത്തിന്റെ സ്ഥാപിത താൽപര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ സ്ഥാനത്തു നിന്നും നീക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു.
സലാം മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. സലാം, ഉമർ ഫൈസി വിഭാഗത്തിലെ നേതാക്കളാരെയും പങ്കെടുക്കാതെയുള്ള സമ്മേളനമാണ്. അതിനാണ് ഇപ്പോൾ ഈ പ്രമേയം ഉയർന്നിരിക്കുന്നത്. അതിലാവശ്യങ്ങൾ എന്താണ്, വിശദാംശങ്ങൾ എന്താണ്? സൈഫുദ്ദീൻ ലീഗ് അനുകൂല വിഭാഗത്തില് സംസ്ഥയിലെ ലീഗ് അനുകൂല വിഭാഗത്തിന്റെ സമ്മേളനമാണെന്ന് കോഴിക്കോട് വെച്ച് നടന്നത്. ആദർശ സംരക്ഷണ സംഗമം എന്ന പേരിലാണ് സമ്മേളനം നടത്തിയത്. ഇതിലാണ് 4 പ്രമേയങ്ങളാണ് ഇതിൽ അവതരിപ്പിച്ചത്. അതിലൊന്ന് ഉമർ ഫൈസി മുഖത്തിനെതിരെ നടപടി വേണമെന്നതാണ്. കേന്ദ്ര മുഷാവറ അംഗം എന്ന് ഇപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുന്ന ആ ഒരു സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ നീക്കം ചെയ്യണം. കൂടാതെ സമസ്തയുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്ന ഒരു ആവശ്യമാണ് പ്രമേയത്തിലൂടെ ഇന്ന് സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. കൂടാതെ ഈ സുപ്രഭാതം ദിനപത്രത്തിൽ വന്ന പരസ്യവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പരസ്യം നൽകിയവർക്കെതിരെ, അത് ആരാണ് തടയാൻ ശ്രമിക്കാത്തത്, കൂടാതെ പരസ്യം നൽകാൻ ഒത്താശ ചെയ്തത്, അവർക്കെതിരെയൊക്കെ തന്നെ നടപടി വേണം. കൂടാതെ സുപ്രഭാതം ദിനപത്രം സ്ഥാപിത താല്പര്യങ്ങൾക്ക് വിരുദ്ധമായാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം. ഈ ആവശ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ്. ഈ സമാന്തരമായി തന്നെ ഈ ആദർശ സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ലീഗ് അനുകൂല വിഭാഗം ഇന്ന് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിന് പ്രത്യേകമായ അഡ്ഹോക് കമ്മിറ്റി കൂടി രൂപീകരിച്ചിട്ടുണ്ട്. ഇത് എല്ലാ ജില്ലകളിലും പ്രത്യേകമായ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി ലീഗ് അനുകൂല വിഭാഗത്തിന്റെ ആളുകളെയൊക്കെ തന്നെ ഒരു പ്രത്യേക വിഭാഗമായി അല്ലെങ്കിൽ പ്രത്യേക സമാന്തര സംഘടന ആയിക്കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനമാണ് ഇന്ന് സമ്മേളനത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ സമ്മേളനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലേക്ക് അടക്കം അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിലേക്ക് സമസ്തയിൽ നിന്നും ആളുകളെ കൊണ്ടുപോകുന്നു. കൂടാതെ നേരത്തെ ഉണ്ടായിരുന്ന താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി കൊണ്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പിളർപ്പുണ്ടാക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം പ്രവർത്തിക്കുന്ന അത്തരം രീതിയിലുള്ള വലിയ ആരോപണങ്ങളൊക്കെ തന്നെ നേതാക്കളുടെ പ്രസംഗത്തിലുണ്ടായിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ പ്രമേയത്തിലൂടെ ഉമർ ഫൈസിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം കൂടി ഉയർത്തിയിരിക്കുന്നത്. ഇനി ഇവിടെ ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, പ്രധാനമായും ഇന്നത്തെ ഈ സാഹചര്യം ഞങ്ങൾ വിശദീകരിക്കേണ്ടതില്ല. സുന്നി ആദർശ സമ്മേളനം എന്ന പേരിൽ SKSF-ന്റെ ബാനറിൽ കുറെ സ്ഥലത്ത് കോഴിക്കോടടക്കം കുറെ സ്ഥലത്ത് സമ്മേളനം നടന്നു. സമസ്തകാല ജമിയത്തുൽ ഉലമയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ബിദ്അഈ പ്രസ്ഥാനങ്ങളെ പ്രതിരോധിക്കുകയും പരിശുദ്ധ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ തനതായ രൂപത്തിൽ ബഹുജനങ്ങളെ അതിനനുസരിച്ച് ജീവിക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാനമായ ലക്ഷ്യം. ഈ ആദർശ സമ്മേളനം നിങ്ങളൊക്കെ പങ്കെടുത്തതാണ്. ഒരു മുജാഹിദിനെയും ഒരു ബിദ്അഈ പ്രസ്ഥാനത്തെയും അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. കാര്യമായി പറഞ്ഞത് പാണക്കാട് തങ്ങളെയും മുസ്ലിം ലീഗിനെയും അതല്ല സമസ്ത വിഭാവനം ചെയ്തു. അതെല്ലാ സ്ഥലത്തും എടവണ്ണപ്പാറയും ചേറൂരും കണ്ണൂരും കാസർഗോഡ് എല്ലാ സ്ഥലത്തും ഒരു ഈ കല്യാണത്തിന് പിഞ്ഞാണം വാടക കൊടുക്കുന്നത് പോലെ ഒരു ടീം തന്നെ എല്ലാ സ്ഥലത്തും പോയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അത് ബഹുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ നേതാക്കളുമായി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. അവരിതിന് പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ വെച്ച് സുന്നി ആദർശ സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു സംഘം രൂപീകരിച്ച് അതിന് അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഇനി ഇതാവശ്യമാണെങ്കിൽ വിപുലമായ കമ്മിറ്റിയാക്കി വളരെ വിശദമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും കവലകളിലുമൊക്കെ ഇതിന്റെ സന്ദേശം എത്തിക്കാനുള്ള പ്രവർത്തനം ആവിഷ്കരിക്കുക. ബാക്കി കാര്യം അബ്ദുസ്സമദ് പൂക്കോട്ടുള്ളൂ. ല്ല ഉദ്ദേശിക്കുന്നത്. ഇന്നിവിടെ വന്ന ആളുകളൊക്കെ സമാന മനസ്കരാണ്. അവരുടെ എല്ലാവരുടെയും മനസ്സിലെ വികാരം, ഇവിടെ വന്നിട്ടുള്ള ആളുകളൊക്കെ സമാന മനസ്കരാണ്. അവരുടെയൊക്കെ മനസ്സിലുള്ള വികാരമെന്ന് പറയുന്നത് സമസ്തകാല ജമിയത്തുൽ ഉലമയുടെ നിലനിൽപ്പും അതിൻ്റെ പുരോഗതിയുമാണ്. അതിൽ പ്രധാനമായ ഘടകം നമ്മുടെ മദ്രസകളും മഹല്ലുകളുമാണ്. മദ്രസകളിലും മഹല്ലുകളിലുമൊക്കെ സമസ്തയുടെ കീഴിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ സ്ഥാപനങ്ങളെയും ഈ മഹല്ലുകളെയും പിടിച്ചു നിർത്താൻ പ്രയാസപ്പെടുകയും അതിനുവേണ്ടി കേസ് നടത്തുകയും ഒക്കെ ചെയ്ത അന്നത്തെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ സമസ്തയെ പിടിച്ചു നിർത്താൻ അഥവാ സ്ഥാപനങ്ങളെ പിടിച്ചു നിർത്താൻ പരിശ്രമിച്ച ആളുകളിൽപ്പെട്ടവരാണ് പലരും ഇന്നിവിടെ ക്ഷണിക്കപ്പെട്ടത്. പക്ഷെ ക്ഷണിക്കപ്പെട്ട് വിവരം അറിഞ്ഞപ്പോൾ കുറെ ആളുകൾ കൂടുതൽ വന്നു എന്നുള്ളത് ഞങ്ങൾ ഉദ്ദേശിച്ചതല്ല. ഞങ്ങൾ ഉദ്ദേശിച്ചത് പരിമിതമായ 100 പേരുടെ സംഗമത്തിൽ വെച്ച് ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഉസ്താദുമാർ ഒരു മസലത്തിന്റെ ശ്രമത്തിലാണ്. ആ മസലത്തിന്റെ മുഖത്ത് വെച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ചില പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. ഈ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളെ ഒന്നിച്ചിരുത്തി പ്രശ്നം പരിഹരിക്കാൻ യോഗ്യമായ നേതൃത്വം സമസ്തക്കുണ്ട്.
അതിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസവും. ആ നേതൃത്വം ഞങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങളുടെ അവരുടെ മുമ്പിൽ വെക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ച ആന്തരികമായി നടത്താനാണ് ഞങ്ങൾ ഈ യോഗം വിളിച്ചത്. അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ ചർച്ചയിലാണെന്ന് പറഞ്ഞ് നിങ്ങളോടൊരു സഹായം അഭ്യർത്ഥിച്ച് നിങ്ങൾ തൽക്കാലം ഈ വിഷയത്തിൽ ഇടപെടാതിരിക്കണം എന്ന് പറയാൻ കാരണം അത് നിങ്ങളെ അപമാനിക്കാനോ അതല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം അരോചകമായതുകൊണ്ടോ അല്ല. നിങ്ങൾ വളരെ മാന്യമായി അത് സ്വീകരിച്ചു. നിങ്ങൾ പുറത്തു നിന്നു, വെയിറ്റ് ചെയ്തു, ഞങ്ങൾ ബൈറ്റ് തരാമെന്ന് പറഞ്ഞു. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമത്വയുടെ ഒരു പൂർവ്വകാല പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിലൂടെ മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് പാണക്കാട് കുടുംബം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കരുത്താണ്.